എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പലഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഇലയട. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് വത്സൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടും നമ്മൾ ഈ വത്സൻ തയ്യാറാക്കാറുണ്ട്. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെയൊക്കെ വീട്ടിൽ കൂടുതലും ഇത് 4 മണി പലഹാരമായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, ഒപ്പം ഹെൽത്തിയാണ്. ഈ അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പം 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര എടുക്കുമ്പോൾ നല്ല ശർക്കര തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം കല്ലും അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത മറിയൂർ ശർക്കരയൊക്കെ പോലെയുള്ള നല്ല ശർക്കര എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതങ്ങ് ഒത്തിരി കട്ടിയുള്ളൊരു മാവല്ല കേട്ടോ, കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ വത്സം തയ്യാറാക്കുമ്പോഴാണ് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ചെടുക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് സാധാരണ വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. നമ്മളിങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ചീകിയിട്ടിരിക്കുന്ന ശർക്കരയെല്ലാം അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നോളും. ഇപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വന്നില്ല. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കുറവാണ് 1 കപ്പിനേക്കാളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അടയ്ക്കകത്തേക്ക് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. തേങ്ങയും ശർക്കര ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുന്നത്. അപ്പം 1/2 കപ്പ് ശർക്കര ചീകിയതിനകത്തേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെയും തേങ്ങയുടെയും അളവൊക്കെ നമ്മുടെ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക ചതച്ചതാണ്. അപ്പം ഞാൻ 4 ഏലക്ക എടുത്തിട്ട് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രം ചതച്ചെടുത്തതാണ്. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണോളം നെയ്യാണ്. ഉരുക്കാത്ത നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇലയിലേക്ക് പരത്തി ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇലയിലേക്ക് പരത്തുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് വെച്ചേക്കണം. ഇനി വാഴയില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും ഈ മാവ്. അപ്പം ഇനി അത് പരത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് പരത്തി എടുത്താൽ മതി. അപ്പോൾ ആ ഒട്ടലങ്ങ് മാറിക്കോളും. നല്ല തിന്നായിട്ട് വേണം പരത്തി എടുക്കാനായിട്ട്. എത്രത്തോളം തിന്നാക്കാവോ അത്രയും തിന്നാക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പരത്തുമ്പോൾ ഇടയ്ക്ക് കൈ ഒട്ടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വിരല് ഒന്നുകൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ആ അടയൊക്കെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം ഇലയുടെ ഒരു പകുതി വരെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഫില്ലിങ് ആയി കഴിഞ്ഞാൽ മധുരം ഒത്തിരി കൂടി പോകും. അപ്പോൾ ഒരു പകുതിക്ക് തൊട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇപ്പൊ ആ ഫില്ലിങ് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല പകുതിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വാഴയിലയിൽ നമുക്ക് പരത്തിയെടുക്കാം.
ഒരു സ്റ്റീമർ ഞാൻ വെള്ളമൊക്കെ നിറച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇലയട ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടൊന്ന് തുറക്കാം. നമ്മുടെ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ വാഴയില ഇങ്ങനെ വലിക്കുമ്പം കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വിട്ടു പോരണം, ഒട്ടിപ്പിടിക്കരുത്. അതാണ് അതിന്റെ പാകം. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ ഇലയുടെയൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻസ് ആയിട്ടും മെയിൽസ് ആയിട്ടും എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.